ഞാനൊരു കഥ പറയട്ടെ. പണ്ട് പണ്ട് ബണ്ണി എന്നു പേരുള്ള ഒരു മുയൽക്കുട്ടൻ ഉണ്ടായിരുന്നു. ബണ്ണിക്ക് ഇരുട്ട് പേടിയായിരുന്നു. ഓരോരോ രാത്രിയിലും അവൻ വളരെ പേടിച്ചിട്ടാണ് ഉറങ്ങിയിരുന്നത്. രാത്രി ആരോ അവന്റെ മുറിയിലുള്ള പോലെ തോന്നും. ഒരു ദിവസം അവൻ ആലോചിച്ചു, ഞാൻ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് കുറച്ച് ട്രിക്സ് അറിയാലോ, കുറച്ച് ടിപ്സ് അറിയാലോ. ഈ ടിപ്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. അങ്ങനെ അവൻ ആ ടിപ്സ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. അത്ഭുതം എന്ന് പറയട്ടെ, സുഖമായിട്ട് ഉറങ്ങി. അപ്പോ ഈ ട്രിക്സ് എന്താന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നേ? ഞാൻ പറഞ്ഞുതരാം. എന്റെ പേര് ശാലിനി എന്നാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഇന്ന് പറയേണ്ടത്. പേടി. നമുക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ട് ഉള്ളിൽ. ഇത് എനിക്ക് മാത്രം ഉള്ളതാണോ? അല്ല, എല്ലാവർക്കും ഉണ്ട്. അപ്പോ ഇതൊരു സാധാരണ കാര്യമാണ്, പേടിക്കുക എന്നുള്ളത്. ഈ പേടി മാറ്റാനുള്ള കുറച്ച് ടിപ്സ് നോക്കിയാലോ നമുക്ക്. ഈ പേടി മാറിയാലോ നമുക്ക് കാര്യങ്ങളൊക്കെ ഈസിയായി ചെയ്യാം, അല്ലേ? എന്താണ് പേടി? വാട്ട് ഈസ് ഫിയർ? ചില കാര്യങ്ങളെ പറ്റി നമുക്ക് അറിയാതെ വരുമ്പോ, അല്ലെങ്കിൽ കുറച്ചറിഞ്ഞു കഴിയുമ്പോ, ചില കാര്യങ്ങൾ നമ്മൾ മുഴുവനുമായി അറിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളെ നമുക്ക്, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒരു പുതിയ കാര്യം ചെയ്യുമ്പോ, അല്ലെങ്കിൽ പുതിയ കാര്യം ആയിക്കോട്ടെ പഴയ കാര്യം ആയിക്കോട്ടെ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് ഇരുട്ടുമുറി. നമ്മൾ എന്തിനാണ് ഇരുട്ടിനെ പേടിക്കുന്നത്? ആരോ എവിടെയോ ഹൈഡ് ചെയ്തിരിക്കുന്നുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അറിയാതെ വരുമ്പോഴാണ് നമുക്ക് എന്ത് തോന്നുന്നത്? പേടി. പേടി വരുമ്പോ ഹാർട്ട് ബീറ്റ് ടപ്പ് 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 അടിക്കും, അല്ലെ? നമുക്ക് വയറ്റിൽ എന്തോ ഒരു ബുദ്ധിമുട്ട്, ശരീരമൊക്കെ ആകെ എന്തോ പോലെ വലിഞ്ഞു മുറുകുന്ന പോലെ തോന്നും, കണ്ണുകളൊക്കെ ഇങ്ങനെ വലുതാവും. നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം നമ്മളെ സേഫ് ആക്കുന്ന ഒരു മെത്തേഡാണ് ഈ പേടി. നമുക്ക് പേടി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുമ്പോൾ, നമ്മുടെ വയറ്റിൽ ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ, നമുക്ക് നമ്മുടെ ശരീരം പറഞ്ഞു ഓടിക്കോ, ഓടി രക്ഷപ്പെട്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിച്ചോ, ഈ ഒരു സ്ഥലത്തു നിന്നേ മാറിക്കോ. ഇതൊക്കെയാണ് നമ്മുടെ ശരീരം നമുക്ക് തരുന്ന സിഗ്നല്. പക്ഷേ ഈ സിഗ്നലിൽ നമ്മൾ വീണു പോകാമോ? ചില സമയത്തൊക്കെ അത് നല്ലതാണ്, പക്ഷെ എപ്പോഴും അത് നടക്കൂ? എപ്പോഴും നമുക്ക് പേടിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റൂ? ഇല്ല. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആര് പുറത്തു വരേണ്ടത്? സൂപ്പർ ഹീറോ. നമ്മുടെ സൂപ്പർ ഹീറോനെ നമുക്ക് പുറത്തിറക്കണമെങ്കിൽ കുറച്ച് ടിപ്സ് ഉണ്ട്. ഒന്നാമത്തെ ടിപ്പ് പറയട്ടെ, ബ്രീത്തിങ് എക്സസൈസ്. നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പേടി വരുന്ന സമയത്ത് നമുക്കൊരു ബ്രീത്തിങ് എക്സസൈസ് എടുക്കാം. മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് വലിക്കുക, 2 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അവിടെ പിടിച്ച് അകത്തേക്കൂല പുറത്തേക്കൂലാത്ത രീതിയിൽ ഇങ്ങനെ തന്നെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് വായയിലൂടെ ശ്വാസം പുറത്തേക്ക് പതുക്കെ പതുക്കെ പുറത്തേക്ക് കാണിച്ചു തരട്ടെ. ത്രീ ടൈംസ് ചെയ്യും. ഇപ്പൊ എന്ത് തോന്നുന്നു? കുറച്ച് ബെറ്റർ ആയി ഫീൽ ചെയ്യുന്നില്ലേ? ഇങ്ങനെ ചെയ്താലേ നമ്മുടെ ബോഡി അതൊക്കെ റിലാക്സ് ആവാൻ തുടങ്ങും. ഇനി അടുത്തതാണ് പോസിറ്റീവ് അഫർമേഷൻസ്. കുറച്ച് മാജിക് വേർഡ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയുമോ? നമുക്ക് പേടി തോന്നുന്ന സമയത്ത് നമ്മളോട് തന്നെ എന്താ പറയേണ്ടത്? ഐ ആം സ്ട്രോങ്. ഞാൻ സ്ട്രോങ് ആണ്, എനിക്ക് നല്ല ധൈര്യമാണ്. ഐ ആം ബ്രേവ്. ഇതെന്നെ കൊണ്ട് പറ്റും, ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഐ ക്യാൻ ഡു ദിസ്. ഇതെനിക്ക് ഈസിയാണ്. യെസ്, ഐ ക്യാൻ ഡു ദിസ്. ഇതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ മാജിക് വേർഡ്സ് ഇങ്ങനെ പറഞ്ഞ് 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 റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കോൺഫിഡൻസും സ്ട്രോങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മുടെ പേടി പതുക്കെ കുറഞ്ഞ് 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 അങ്ങനെ. തേർഡ് പോയിന്റ് ആണ് ഫേസിങ് ദ ഫിയർ. ഈ ഫിയറിനെ നമുക്ക് ഫേസ് ചെയ്യണം, ഈ പേടിനെ നമുക്ക് ഫേസ് ചെയ്യണം. എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം? ചില സിറ്റുവേഷൻസ് ചിലപ്പോൾ ആൾക്കാരെ നമ്മളെ പേടിപ്പെടുത്തുന്നതായിരിക്കും. അപ്പൊ നമ്മളോട് പല സന്ദർഭങ്ങളിലും നീ അത് പറഞ്ഞു കഴിഞ്ഞാല്, നീ ഇത് ആരോടെങ്കിലും പറഞ്ഞാൽ നിന്നെ നമ്മള് എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തെങ്കിലും പറ്റിയാലോ, അല്ലെങ്കിൽ അവർ വിഷമിച്ചാലോ എന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ കിടന്ന് നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കും. ഈ പേടി നമുക്ക് നല്ലതാണോ? അതിന്റെ ആവശ്യമുണ്ടോ? എന്തൊക്കെ വന്നാലും നമ്മൾക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ പാരന്റ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് മുതിർന്നവരായിരിക്കും, വലിയ ആൾക്കാരായിരിക്കും, അല്ലെ?
അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പേടി എന്ത് വന്നാലും എന്തോ ആയിക്കോട്ടെ, നമ്മൾ ആദ്യം പാരന്റ്സിനോടോ നമ്മുടെ റിലേറ്റീവ്സിനോടോ പ്രായമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടോ, അതാരും ആയിക്കോട്ടെ, അവരോട് പറയാം. ഫ്രണ്ട്സ്, വലിയ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോട് പറയാം. അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവര് കളിയാക്കുമോ, അവർക്ക് വിഷമാവോ എന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ അടിച്ച് നമ്മൾ പേടിച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർ നല്ല ഈസി ആക്കി തരും. നിങ്ങൾ ഒറ്റയ്ക്ക് ഇതൊന്നും ഫേസ് ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റയ്ക്ക് പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ട്. അടുത്ത ടിപ്പാണ് ഇമാജിനേഷൻ. ഇരുട്ടുള്ള ഒരു റൂമിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ പേടിയുണ്ടോ? അപ്പൊ ആ പേടിനെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? നമ്മൾ എന്തിനാ പേടിക്കണേ? അവിടെ എന്തോ ഉണ്ട്, അവിടെ എന്തോ പ്രേതമുണ്ട്, അല്ലെങ്കിൽ അവിടെ എന്തോ നമ്മളെ പേടിപ്പിക്കാൻ നിൽക്കുന്നുണ്ട്. ഇതിനല്ലേ പേടിക്കുന്നേ? ആ രൂപം, അതായത് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുള്ള ഒരു രൂപം ഉണ്ടാവുമല്ലോ, അത് നമ്മളെ വല്ലാണ്ട് പേടിപ്പെടുത്തുന്ന രൂപമായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തലയിൽ ഒരു കുഞ്ഞി തൊപ്പി, മൂക്കത്ത് ഇങ്ങനെ റൗണ്ട് കളറിലൊരു ബോള് വെച്ച്, ജോക്കർ കണ്ടിട്ടുണ്ടോ? ഈ ജോക്കറിനെ പോലെ നിങ്ങളെ പേടിപ്പിക്കുന്ന ആ രൂപം ഉണ്ടെങ്കിലും തലയിൽ ഇങ്ങനെ വെച്ചു ഇങ്ങനെ കാണിച്ച് സൗണ്ട് ഇങ്ങനെ ആക്കി കോമഡി പാട്ട് വെച്ചിട്ട് ഡാൻസ് ചെയ്യുന്നത് ഒന്ന് ആലോചിക്കുക. കണ്ണടച്ച് എങ്ങനെയുണ്ടാവും? നിങ്ങളുടെ റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ ഒരു രൂപമാണ് അവിടെയെങ്കിലും നിങ്ങൾക്ക് എന്ത് വരും? ചിരി വരും അല്ലേ? നമ്മുടെ ഉള്ളിൽ ആ രൂപത്തിനെ നമ്മൾ മാറ്റി, ആ രൂപം മാറ്റി നമ്മൾ എന്ത് രൂപമാക്കി? ജോക്കറാക്കി. ജോക്കർ ആവുമ്പോ ആ രൂപത്തിന് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അങ്ങനെ നമുക്ക് എന്ത് മാറ്റാം? നമ്മുടെ പേടിനെ മാറ്റാം. ഇപ്പൊ മനസ്സിലായില്ലേ പേടി മാറാനായിട്ട് ഈസിയാണെന്ന്? നമ്മൾ എന്തിനോ പേടിച്ചിരിക്കുന്നുണ്ട്, പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അടുത്ത വട്ടം ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഈ ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ആയ ടിപ്സ് ആണെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇതുപോലത്തെ വീഡിയോസ് വരുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിന് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, എന്നാലേ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പുതിയ പുതിയ വീഡിയോസ് വന്നാൽ നിങ്ങൾ അറിയില്ല. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻസിൽ എന്തായാലും ഓള് പ്രസ് ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ അവരുടെ പേടി മാറണ്ടേ? ഷെയർ ചെയ്താല് അവർക്ക് സന്തോഷവും. ഷെയറിങ് ഈസ് കെയറിങ്. അപ്പൊ നിങ്ങൾ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക. എല്ലാവരും കാണട്ടെ, എല്ലാവരുടെയും പേടി പോട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.